ഉത്തരാഖണ്ഡിൽ ഹെലികോപ്റ്റർ തകർന്നു വീണ് കുഞ്ഞടക്കം 7 മരണം. അപകടം ഗൗരികുണ്ട് വനമേഖലയിൽ. തകർന്നത് ഡെറാഡൂണിൽ നിന്ന് കേദാർനാഥിലേക്ക് പോയ ഹെലികോപ്റ്റർ. ഉത്തരാഖണ്ഡിൽ 6 ആഴ്ചക്കിടെ ഉണ്ടാകുന്ന 6ാമത്തെ അപകടം. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി ബ്രിട്ടന്റെ യുദ്ധവിമാനം. ഇറക്കിയത് വിമാനത്തിൽ ഇന്ധനം കുറവായതിനെ തുടർന്ന്. വിമാനം എത്തിയത് 100 നോട്ടിക്കൽ മൈൽ ദൂരത്ത് നിന്നുള്ള യുദ്ധക്കപ്പലിൽ നിന്ന്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. 5 ജില്ലകളിൽ റെഡ് അലർട്ടും 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും. മഴ 2 ദിവസം കൂടി തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ഒടുംപുറത്ത് വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. തിരുവനന്തപുരത്ത് തീരദേശത്തും നാശം. കെനിയയിൽ വിനോദസഞ്ചാരികളുടെ ബസ് മറിഞ്ഞ് മരിച്ച 5 മലയാളികളുടെ മൃതദേഹം കൊച്ചിയിലെത്തിച്ചു. അന്ത്യാഞ്ജലി അർപ്പിച്ച മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ മൃതദേഹങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുപോയി. വീണ്ടും യുദ്ധക്കളമായി പശ്ചിമേഷ്യ. ആക്രമണം തുടർന്ന് ഇറാനും ഇസ്രയേലും. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രയേലിൽ 10 മരണം, നിരവധി പേർക്ക് പരിക്ക്. ഇറാനിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 20 പേർ. ഇറാനിലെ എണ്ണപ്പാടങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ തന്ത്രപ്രധാനമായ പാഴ്സ് റിഫൈനറി കത്തിച്ചു. യുദ്ധത്തിൽ അമേരിക്ക ഇടപെടണമെന്ന് ഇസ്രായേൽ. ഇറാൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് അമേരിക്ക. ആലപ്പുഴയിൽ കാർ തോട്ടിൽ വീണ് 32കാരൻ മരിച്ചു. മരിച്ചത് തത്തമ്പള്ളി സ്വദേശി ബിജോയ് ആന്റണി. കാറിലെ മറ്റ് 2 പേർ രക്ഷപ്പെട്ടു. ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ കേസിലെ മുഖ്യപ്രതി ലിവിയ ജോസിനെ നാട്ടിലെത്തിച്ചു. മുംബൈയിൽ നിന്ന് കൊടുങ്ങല്ലൂരിലെത്തിച്ചത് പുലർച്ചെ. വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ്. ലിവിയ ഷീല സണ്ണിയെ വ്യാജ കേസിൽ കുടുക്കിയത് സുഹൃത്തിന്റെ സഹായത്തോടെയെന്ന് പോലീസ്. ഫിഫ ക്ലബ്ബ് ലോകകപ്പിന് അമേരിക്കയിലെ മിയാമി ഗാർഡൻസിൽ തുടക്കമായി. ഉദ്ഘാടന മത്സരത്തിൽ ഇന്റർ മിയാമിയെ നേരിട്ട് അൽ അഹ്ലി. മത്സരം ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു. 2ാം മത്സരത്തിൽ ബയേൺ മ്യൂണിക്കിന്റെ എതിരാളി ഓക്ലൻഡ് ക്ലബ്ബ്. മത്സരങ്ങൾ നടക്കുന്നത് ഫിഫയുടെ പുതിയ ചട്ടങ്ങളോടെ.